ഭദ്രകാളി ക്ഷേത്രം, ഹരിയാന. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ സ്ഥിതി ചെയ്യുന്ന ഏക സിദ്ധ ശക്തിപീഠമാണ് ഭദ്രകാളി ക്ഷേത്രം. ഭദ്രകാളി മാതാവ് ശക്തിരൂപത്തിൽ കുടികൊള്ളുന്നു. ഈ പുരാതന ക്ഷേത്രത്തിന്റെ ചരിത്രം മതപരവും പുരാണപരവുമായ ഗ്രന്ഥങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പുരാണ പരാമർശങ്ങൾ. വാമനപുരാണവും ബ്രഹ്മപുരാണവും കുരുക്ഷേത്രത്തിലെ 4 പ്രധാന കിണറുകളെ പരാമർശിക്കുന്നു: ചന്ദ്രകൂപ, വിഷ്ണുകൂപ, രുദ്രകൂപ, ദേവികൂപ. ഇവയിൽ ശ്രീദേവിയുടെ കിണറിന്റെ ചരിത്രം ദക്ഷകുമാരി സതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ സതിയുടെ പിതാവായ ദക്ഷ പ്രജാപതി ഒരു യാഗം സംഘടിപ്പിച്ചു. അതിൽ എല്ലാ ദേവതകളെയും ദേവന്മാരെയും മുനിമാരെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ സതിയെയും അവളുടെ ഭർത്താവായ ശിവനെയും ക്ഷണിച്ചില്ല എന്ന് ശിവപുരാണത്തിൽ പരാമർശമുണ്ട്. ഇത്രഞ്ഞ സതി പരിചാരകരോടൊപ്പം അച്ഛന്റെ വീട്ടിലെത്തി. അവിടെ ദക്ഷന് അദ്ദേഹത്തെ ബഹുമാനിക്കാതെ ശിവനെ വിമർശിക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ അപമാനം സഹിക്കവയ്യാതെ സതി അഗ്നികുണ്ഡത്തിൽ സ്വയം തീകൊളുത്തി. സതിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് പരമശിവൻ പ്രപഞ്ചത്തിൽ വിഹരിക്കാൻ തുടങ്ങി. തുടർന്ന് വിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരത്തെ 52 ഭാഗങ്ങളായി വിഭജിച്ചു. സതിയുടെ ശരീരഭാഗങ്ങൾ എവിടെ വീണാലും അവിടെ ശക്തിപീഠങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ശക്തിപീഠങ്ങളുടെ പ്രാധാന്യം. കംഗ്രയിൽ മാതാവിനെ സ്തനങ്ങൾ വീണതിനാൽ വജ്രേശ്വരി എന്നും കൽക്കത്തയിൽ മുടി കൊഴിയുന്നതിനാൽ മഹാകാളി എന്നും അസമിൽ ഗർഭപാത്രം വീണതിനാൽ കാമാക്യ എന്നും മസ്തിഷ്കം വീണതിനാൽ മാൻസദേവി എന്നും വിളിക്കപ്പെട്ടു. നാവ് വീണതിനാൽ ജ്വാലാമുഖി ദേവി, സഹാരൻപൂരിനടുത്ത തല വീണതിനാൽ ശകംഭരി ദേവി, വീണതിനെ തുടർന്ന് ബ്രഹ്മരന്ധ്ര, ഹിംഗുജ ദേവി, മറ്റ് ശക്തിപീഠങ്ങൾ എന്നിവ നിർമ്മിക്കപ്പെട്ടു. അവ ഭക്തരുടെ വിശ്വാസകേന്ദ്രങ്ങളാണ്. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീദേവി കുപ ഭദ്രകാളി ക്ഷേത്രത്തിൽ സതിയുടെ വലത്ത് ഗൾഫ് വീണു. അതുകൊണ്ടാണ് ഇവിടെ ശക്തിപീഠം സ്ഥാപിക്കപ്പെട്ടത്. മഹാഭാരതവുമായുള്ള ബന്ധം. മഹാഭാരത യുദ്ധത്തിനു മുമ്പ് ശ്രീകൃഷ്ണന്റെ പ്രചോദനത്താൽ അർജുൻ ഭദ്രകാളിയെ ആരാധിച്ചിരുന്നു. അമ്മയുടെ കൃപയാൽ യുദ്ധം ജയിക്കണമെന്നും യുദ്ധാനന്തരം ഏറ്റവും നല്ല കുതിരകളെ ഇവിടെ അർപ്പിക്കണമെന്നും അദ്ദേഹം അമ്മയോട് പ്രാർത്ഥിച്ചു. യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം ശ്രീകൃഷ്ണനും പാണ്ഡവരും അതുതന്നെ ചെയ്തു. അന്നുമുതൽ ഭക്തർ ഇവിടെ സ്വർണം, വെള്ളി, കളിമണ്ണ് എന്നിവ കൊണ്ട് നിർമ്മിച്ച കുതിരകളെ സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ രൂപവും ആരാധനയും. ശാന്തമായ ഭാവത്തിൽ ഭദ്രകാളി മാതാവിന്റെ മനോഹരമായ പ്രതിമ ഇവിടെ ഇരിക്കുന്നു. ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ആരാധനയ്ക്കും ദർശനത്തിനുമായി എത്തുന്നത്. ക്ഷേത്രത്തിന് പുറത്ത് ഒരു ദേവികുളമുണ്ട്. അതിന്റെ ഒരറ്റത്ത് തക്ഷേശ്വർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശ്രീകൃഷ്ണന്റെയും ബൽറാമിന്റെയും മുണ്ടൻ സംസ്കാരം ഇവിടെ നടന്നതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട്. രക്ഷാബന്ധൻ ദിനത്തിൽ ഭക്തർ തങ്ങളുടെ സംരക്ഷണത്തിനായി ഭദ്രകാളി മാതാവിനോട് പ്രാർത്ഥിച്ച് രക്ഷാസൂത്രം കെട്ടുന്നു. ഇത് അവരെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചൈത്രയുടെയും അശ്വിന്റെയും നവരാത്രങ്ങൾ ഇവിടെ പ്രത്യേക ഉത്സവങ്ങളായി